ഡു യു നോ ഹൗ മൈസൂർ ഗോട്ട് ഇറ്റ്സ് നെയിം? മൈസൂറിന് എങ്ങനെ ആ പേര് ലഭിച്ചു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതറിയാൻ ഈ വീഡിയോയുടെ അവസാനം വരെ കാണേണ്ടി വരും. ഞാനിപ്പോൾ അതിൽ അവസാനം പറയാം. എന്നാൽ മലയാളിയുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായ മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി, കൊടൈക്കനാൽ എന്നിവ പ്രത്യേകിച്ചും മലബാറുകാരുടെ വളരെ അടുത്തായതുകൊണ്ട് മൈസൂരിലെ ചാമുണ്ഡി ഹിൽസിലാണ് നിൽക്കുന്നത്. ആ കാണുന്ന മഹിഷാസുരൻ്റെ പ്രതിമ, ഒരു കയ്യിൽ വാളും വലത്തെ കയ്യിൽ വാളും ഇടത്തെ കയ്യിൽ പാമ്പും പിടിച്ചു നിൽക്കുന്നത് മഹിഷാസുരൻ എന്ന അസുര രാജാവാണ്. 1000 കൊല്ലം പഴക്കമുള്ള ഈ കഥയിലേക്ക് കടക്കാം. ഒരുപാട് പേര് സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്ന് പഠന വിനോദയാത്ര എന്നും പറഞ്ഞും വരികയും നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരിക്കലും ചരിത്രം അന്വേഷിക്കാറില്ല. ഞാൻ പോലും ഇതുവരെ അന്വേഷിച്ചിട്ടില്ലായിരുന്നു, പലതവണ വന്നിട്ടുണ്ടെങ്കിലും. ഇത്തവണയാണ് ആ രസകരമായ കഥകൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. ഇവിടെ അത് വിശദീകരിക്കാൻ ടൂറിസ്റ്റ് ഗൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ തന്നെ അത് ഗവേഷണം ചെയ്ത് റിസർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. 1000 വർഷം മുമ്പ് ഈ സ്ഥലം ഭരിച്ചിരുന്ന, ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ സ്ഥലം ഭരിച്ചിരുന്ന ക്രൂരനായ അസുര രാജാവായിരുന്നു ഈ പറയുന്ന മഹിഷാസുരൻ. ഏകദേശം രാവണനെ പോലൊരു കഥാപാത്രം. നല്ലവരായ മനുഷ്യർ, ദേവതുല്യരായ ദേവന്മാരെയും ദേവതുല്യരായ മനുഷ്യരെയൊക്കെ കൊന്നൊടുക്കലും ദ്രോഹിക്കലായിരുന്നു മൂപ്പർ സ്ഥിരം പരിപാടി. അങ്ങനെ ഈ സ്ഥലം ഭരിച്ചിരുന്ന രാജാവായിരുന്ന മഹിഷാസുരനെ വധിക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സാക്ഷാൽ ശിവപാർവതിയിലെ പാർവതി അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ ദുർഗ എന്നൊക്കെ പറയുന്ന ഇത് അവതാരമെടുത്തുകൊണ്ട്, ഒരു ഉഗ്രരൂപ അവതാരം എടുത്തുകൊണ്ട് മഹിഷാസുരനെ വധിക്കാൻ വേണ്ടി ശക്തി, കാളി, ദുർഗ എന്നൊക്കെ പറയുന്ന ശിവപാർവതിയിലെ പാർവതി അവതാരമെടുക്കുകയാണ്. ആരായിട്ട്? ഈ പറയുന്ന ചാമുണ്ടേശ്വരിയായിട്ട് അവതാരം എടുക്കുകയാണ്. ആ അവതാരത്തിൻ്റെ പർപ്പസ് തന്നെ, ഉദ്ദേശം തന്നെ ഇതുപോലുള്ള അസുര രാജാക്കന്മാരെയും അസുരന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റിൽ ചാമുണ്ടേശ്വരി ഈ പറയുന്ന മഹിഷാസുരനെ ഇല്ലായ്മ ചെയ്തു. മഹിഷാസുരൻ്റെ മേലെയുള്ള ചാമുണ്ടേശ്വരിയുടെ വിജയത്തെ തുടർന്ന് ചാമുണ്ടേശ്വരി ഇവിടെ ആരാധിക്കപ്പെടാൻ തുടങ്ങുകയും 1000 കൊല്ലം മുൻപാണ് പൂജിക്കപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. മഹിഷാസുരൻ്റെ കഥ അതോടെ ഗെയിം ഓവർ ആവുകയും ചെയ്തു. എങ്കിലും മഹിഷപുര എന്നായിരുന്നു അന്ന് ഈ സ്ഥലത്തിന് പേര്. മഹിഷപുര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ലോപിച്ച് പിന്നീട് മഹിഷൗര എന്നായി. അത് ലോപിച്ചുകൊണ്ട് മഹിഷൂര് എന്നായി. മഹിഷൂർ. അത് വീണ്ടും ഇംഗ്ലീഷുകാർ വന്നപ്പോൾ അവർ സ്റ്റൈലാക്കിയിട്ട് മൈസൂർ എന്നാക്കി. പിന്നീട് ഈ അടുത്ത കാലത്ത് കന്നഡക്കാരെ വാദം അംഗീകരിച്ചുകൊണ്ട് ആ മൈസൂർ വീണ്ടും മൈസൂരു ആയി. അപ്പോൾ അത് ഈ ചാമുണ്ടേശ്വരിയുടെ പേരിലാണ് ഈ ചാമുണ്ഡി ഹിൽസ് അറിയപ്പെടുന്നതെങ്കിലും ഈ നഗരം മുഴുവൻ അറിയപ്പെടുന്നത് ഇന്നും വില്ലനായ അസുരനായ മഹിഷാസുരൻ്റെ പേരിലാണ്. അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. വടിയാർ രാജാക്കന്മാരായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രവും റോയൽ ഫാമിലി, സ്വാതി തിരുനാൾ റോയൽ ഫാമിലി തമ്മിലുള്ള കണക്ഷൻ പോലെ വടിയാർ രാജകുടുംബം അവരുടെ ഇഷ്ടദേവതയായിരുന്നു ഈ പറയുന്ന ചാമുണ്ടേശ്വരി എന്ന് പറയുന്നത്. അവരൊരുപാട് രത്നങ്ങളും വൈരങ്ങളും അമൂല്യമായ വസ്തുക്കളും ഈ അമ്പലത്തിന് വേണ്ടി, ക്ഷേത്രത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന മനോഹരമായ ദ്രാവിഡിയൻ വാസ്തുശില്പപ്രകാരം നിർമ്മിച്ച ഗോപുരം ഉണ്ടാക്കിയതും ഈ പറയുന്ന വടിയാർ രാജ പരമ്പരയിലുള്ള മൂന്നാമനാണ്. కార్లో వస్తారా, ఫ్లైట్లో వస్తారా? కార్లో వస్తారా? ఇంట్లో కారు ఉంది కదా.
ಇಲ್ಲ ಅಂತೀರಲ್ಲ ಕರ್ಕೊಂಡು